Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മാംഗോ ഫലൂദ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ വേവിച്ചെടുത്ത ഫലൂദ സേവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. 1/2 കപ്പ് സേമിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഫലൂദ സേവായിട്ട് യൂസ് ചെയ്യുന്നത്. ഫലൂദ സേവ് എന്ന് പറഞ്ഞ് വേറെ മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലിട്ട് എടുത്തു വയ്ക്കാം. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പാല് തിളച്ച് കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിലിട്ട് എടുത്തു വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്തത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സബ്ജ സീഡ്സ്, അതായത് ബ്ലാക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് നല്ലപോലെ വീർത്ത് വരികയും ചെയ്തോളും, നല്ലപോലെ പൊങ്ങി വരികയും ചെയ്തോളും. അപ്പോൾ ഇനി മാംഗോ ഫലൂദ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റോസ് സിറപ്പാണ് ശരിക്കും സാധാരണ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒഴിക്കുന്നത് റൂഹഫ്സിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പിലേക്ക് കളർ ഉണ്ടെങ്കിൽ കളർ ചേർത്തെടുക്കാം, അല്ലെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ചേർത്തെടുക്കാം. എങ്ങനെയാണോ ഷുഗർ സിറപ്പ് റെഡിയാക്കിയാലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. നല്ല ടോൾ ഗ്ലാസ് എടുക്കുക, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി മാംഗോ പീസസ് ആണ് അത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് മാംഗോ പൾപ്പാണ്. അത് കുറച്ച് മാംഗോ എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടത്. അതും ചേർത്ത് കൊടുക്കാം. ഈ ലെയറൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അറേഞ്ച് ചെയ്യുക കേട്ടോ. പക്ഷെ ഇതിങ്ങനെ ലെയറായിട്ട് കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫലൂദ സേവ് അല്ലല്ലോ, നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫലൂദ സേവിന് മുകളിൽ എപ്പോഴും പാല് തന്നെ വരണം കേട്ടോ. അപ്പോഴാണ് അത് മറ്റുള്ള കളേഴ്സായിട്ട് അങ്ങോട്ട് മിക്സ് ആവാണ്ടിരിക്കുള്ളൂ. ഇനി വീണ്ടും കസ്കസ്, ഞാൻ സെയിം ഇത് തന്നെ കേട്ടോ. ഈ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണല്ലോ ഒരു നല്ല മധുരം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് തോന്നുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമായില്ലേ. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീം ഒന്നും ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ട് കൊടുത്തില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഐസ്ക്രീമിന്റെ മുകളിലോട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ജെല്ലി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മാംഗോ ജെല്ലി ആയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ജെല്ലി ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ജെല്ലി ഒന്നും ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫലൂദ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കിയിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് ഒഴിച്ച് സെർവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.